മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിൽ വർഷങ്ങളോളം ജീവിച്ചിരുന്ന എനിക്ക് ഇന്ന് മൊബൈലില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ജനിച്ച അന്ന് മുതൽ മൊബൈൽ കണ്ട് വളർന്ന ടെക്നോളജിയിൽ ഇൻഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു കുട്ടിക്ക് മൊബൈലില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? മൊബൈൽ പിടിച്ചു മേടിക്കാൻ നിന്നാൽ നമ്മൾ ചെയ്യുന്നത് അപരാധമല്ലേ? എൻ്റെ സിസ്റ്ററിൻ്റെ മകള് അവൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് എടുത്തിട്ട് റിയാസ് ഹക്കീം ട്രെയിനിങ് വോയിസ് കൊടുക്കും. എന്നിട്ട് ഗൂഗിളിൽ കയറിയിട്ട് വീഡിയോസ് കാണും. അപ്പോൾ ഞാൻ ഇന്ന് വരെ വോയിസ് കമാൻഡ് കൊടുത്തിട്ട് ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ അന്ന് ഇത് കാണുമ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. 3.5 വയസ്സ് കുട്ടികൾക്ക് ഈ സാധ്യതകൾ അവരെ പ്രോപ്പർലി ഗൈഡ് ചെയ്ത് ട്രെയിൻ ചെയ്താൽ അത് ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം പറയുമ്പോൾ തന്നെ അത് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് നെയ്യാൻ ഇവിടെ വരുന്ന സമയത്ത് നെയ്യാൻ്റെ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു, അവർ യൂസ് ചെയ്യട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഒരു കൺട്രോൾ ഇതിൻ്റെ മൊബൈലിൽ വെച്ചു, ഫാമിലി ലിങ്ക്. അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. ആ ഫാമിലി ലിങ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ കുട്ടി മൊബൈൽ എത്ര നേരം ഉപയോഗിക്കുന്നു, ഏതൊക്കെ ആപ്സ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ സമയങ്ങളിൽ ഉപയോഗിക്കുന്നു, ഏതൊക്കെ സമയങ്ങളിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലെ ആ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യും. മൊബൈൽ മോനെ അരുതെന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള എല്ലാ മാർഗവും നോക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അരുത് എന്ന് പറയുന്നതിന് പകരം അത് കൊടുത്തിട്ട് അത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ ഞാൻ എടുത്തു വെച്ചാൽ എന്നിട്ട് അത് ഞാൻ മോണിറ്റർ ചെയ്യണം. വെറുതെ ഇല്ല എന്നാൽ എല്ലാം കൊടുത്തോ, എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാം കൊടുക്കും എന്ന് പറയുന്നിടത്തല്ല ലീഡർഷിപ്പ് ഉള്ളത്.